ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ റെഡിയാക്കാൻ പോണേ. ഈ സ്നാക്കിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഈ സ്നാക്കിന് നമ്മൾ 2-3 സാധനങ്ങൾ ഫസ്റ്റ് വറുത്തെടുക്കും. ആ വറുത്ത് നമ്മൾ പൊടിക്കണ ആ പൗഡർ 2-3 മാസം വരെ ഫ്രിഡ്ജിലൊന്നും അല്ലാണ്ട് തന്നെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പൊ എപ്പോൾ വേണോ നമുക്ക് എടുത്ത് സ്നാക്ക് റെഡിയാക്കാൻ പറ്റൂട്ടാ. ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് 3/4 കപ്പ് ഫൈൻ അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. 1/2 കപ്പ് ചെറുപയർ പരിപ്പ്, അതിന്റെ മുകളിൽ 4 ഏലക്കും വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ആവശ്യമുള്ളതാണ്. 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വെള്ള എള്ള്, 1/4 ടീസ്പൂൺ കുരുമുളകും, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഇതിൽ രണ്ടും ഉണ്ട് കേട്ടോ. പിന്നെ ഒരു നുള്ളു ഉപ്പ്. പിന്നെ നമുക്ക് വേണ്ടത് 3/4 കപ്പ് ചിരകിയ നാളികേരം. പഞ്ചസാര ഒഴികെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വറുത്തെടുക്കാം. പാൻ ചൂടാവുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചേക്കണം ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുക്കാം. പരിപ്പ് കഴുകി ഡ്രൈ ആക്കി വെച്ചേക്കണതാണ് കേട്ടോ. നല്ല ബ്രൗൺ കളർ ആവണ വരെ നമുക്ക് വറുത്തെടുക്കണം. അതുപോലെ നെയ്യോ എണ്ണയോ ഒന്നും ചേർക്കണ്ട. പരിപ്പ് ഇപ്പോൾ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം എത്രയ്ക്കും ബ്രൗൺ കളർ ആവണം. ഈ സ്റ്റേജിൽ നമുക്കിതിലേക്ക് ഏലക്ക ഇട്ട് കൊടുക്കാം. അതൊന്ന് റോസ്റ്റാക്കി എടുക്കുക. ഏലക്കയും പരിപ്പും നല്ലോണം റോസ്റ്റായി. നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ എടുത്ത് വെച്ചേക്കണ അരിപ്പൊടി ഒന്ന് ചൂടാക്കി എടുക്കാൻ പാടുള്ളൂ, കളർ മാറരുത്. അരിപ്പൊടി നല്ലോണം ചൂടായിട്ടാ. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കണ എള്ളിട്ട് കൊടുക്കാം. എള്ളു റെഡിയായി. ലൈറ്റ് ഒരു ബ്രൗൺ കളർ വരും. ആ സ്റ്റേജ് ആവുമ്പോൾ നമുക്ക് എള്ളും പാനിൽ നിന്ന് മാറ്റാട്ട. എടുത്ത് വെച്ചേക്കണ കുരുമുളകും ജീരകം ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. കുരുമുളകും ജീരകവും റെഡിയായി. ഇത് നമുക്ക് വേറെ പാനിലേക്ക് മാറ്റാം. അതേ പാനിലേക്ക് എടുത്ത് വെച്ചേക്കണ നാളികേരം ഇട്ട് കൊടുക്കാം. നാളികേരം ചിരകുമ്പോൾ ഇങ്ങനെ കഷ്ണങ്ങൾ വരികയാണെങ്കിൽ അതെടുത്ത് മാറ്റിക്കോളൂ കേട്ടോ. വറുത്തെടുക്കുമ്പോൾ ഈ കഷ്ണങ്ങളൊന്നും കറക്റ്റായിട്ട് കിട്ടില്ല. നമുക്ക് നല്ല ബ്രൗൺ കളറായിട്ട് വറക്കണം. തീയലിനൊക്കെ വറക്കില്ലേ, ആ ഒരു രീതിയിൽ വേണം വറുത്തെടുക്കാനായിട്ട്. നാളികേരം നല്ല ബ്രൗൺ കളറായി വറുത്തെടുത്തുട്ടോ. വറക്കുമ്പോൾ ഇതുപോലെ വേണം വറക്കാനായിട്ട്. പരിപ്പും നാളികേരം നല്ല ബ്രൗൺ കളറായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ പൗഡർ എടുത്ത് വെച്ച് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതും വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഓരോന്നായിട്ട് പൊടിച്ചെടുക്കാം. പരിപ്പും ഏലക്കയും ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക്, ജീരകം, എള്ള് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. എല്ലാം പൊടിച്ചെടുത്തു. പൊടിച്ചതിന് ശേഷം തന്നെ ഒരു പ്ലേറ്റിലേക്ക് തന്നെ മാറ്റി വെക്കണം കേട്ടോ. നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത പഞ്ചസാര നമ്മൾ എടുത്ത് വെച്ചിട്ടില്ല അരിപ്പൊടി, അതിലേക്കാണ് കേട്ടോ അരിച്ചിട്ട് കൊടുക്കുന്നത്. നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പരിപ്പ്, ഏലക്ക, എള്ള്, കുരുമുളക്, ജീരകമൊക്കെ ഇല്ലേ, അതും നമുക്കൊന്ന് അരിച്ച് ഈ അരിപ്പൊടിയുടെയും പഞ്ചസാരയുടെയും കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം പൊടിച്ച് ലാസ്റ്റ് വേണം നമുക്ക് നാളികേരം പൊടിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. നാളികേരം നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം. നാളികേരം ലാസ്റ്റ് പൊടിച്ചെടുക്കണം എന്ന് പറയാൻ കാരണം നമ്മൾ നല്ലോണം വറുത്ത കാരണം നാളികേരത്തിൽ നിന്ന് വെളിച്ചെണ്ണ ഇറങ്ങും. അപ്പം അത് കാരണം ലാസ്റ്റ് പൊടിക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി ഇതും നമുക്ക് ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്യാം ഫസ്റ്റ്. ഇതിപ്പോൾ കാണുമ്പോഴേ ഇത്ര പണി ഉണ്ടോയെന്നൊന്നും തോന്നണ്ട കേട്ടോ. നമുക്ക് ഈ മിക്സ് പൊടിച്ച് ഫസ്റ്റ് ആ വറക്കണ ആ ഒരു ടൈമേ ഉണ്ടാവുള്ളൂ. പൊടിച്ച് നമുക്ക് 2-3 മാസം സൂക്ഷിച്ച് എടുത്ത് വെക്കാം കേട്ടോ. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് എപ്പോൾ വേണം തോന്നുന്നു അപ്പം എടുത്ത് സ്നാക്ക് ചെയ്യുകയും ചെയ്യാം. നല്ല ടേസ്റ്റുള്ള ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. എല്ലാം നല്ലോണം മിക്സ് ആവണം. എല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു. ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ പൗഡർ തന്നെ കഴിക്കാം കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടാവും. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്ത് കഴിച്ച് നോക്കുക. മധുരം കുറവ് തോന്നുകയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര പൊടിച്ച് ചേർത്തോളൂ കേട്ടോ. ഇനി നമ്മളിത് കുഴയ്ക്കുന്നത് തിളച്ച വെള്ളം കുറേശ്ശെ തളിച്ച് കൊടുത്തിട്ടാണ് നമ്മളിത് കുഴച്ചെടുക്കാൻ പോണത്. ഒന്ന് മിക്സ് ചെയ്യുക. ഞാൻ 1/2 കപ്പ് വെള്ളം എടുത്താണ് തിളപ്പിച്ച് വെച്ചേക്കണേ. ലാസ്റ്റ് കുഴച്ചതിന് ശേഷം വെള്ളം എത്ര വേണ്ടി വന്നു എന്നുള്ളത് ഞാൻ പറയാം. ഞാൻ എടുക്കുന്ന വെള്ളം നിങ്ങൾക്ക് കറക്റ്റ് ആവണമെന്നില്ല കേട്ടോ. ഓരോ അരിപ്പൊടിയുടെ ഇതനുസരിച്ചിരിക്കും വെള്ളത്തിൻ്റെത്. ഇനി നമുക്കിത് കൈ വെച്ച് കുഴയ്ക്കാം. 1/4 കപ്പ് വെള്ളമേ വേണ്ടി വന്നിട്ടുള്ളൂ കേട്ടോ. ബാക്കി വെള്ളം പാത്രത്തിൽ തന്നെ ഉണ്ട്. അപ്പം നമ്മൾ കുഴച്ചെടുത്തു. ഇതുപോലെ കുഴയ്ക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടണം കേട്ടോ.
അതനുസരിച്ച് വെള്ളം ചേർക്കാൻ പാടുള്ളൂ. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. എത്ര വലുപ്പം വേണോ അതനുസരിച്ച് നല്ല ടൈറ്റാക്കി ബോളാക്കുക. ഇത് ബോളാക്കുമ്പോൾ കയ്യിലെ എണ്ണ ഒന്നും പരട്ടണ്ടാട്ട. നമ്മൾ നാളികേരം വറുത്ത് ചേർത്ത എണ്ണ കണ്ടില്ലേ, ഓൾറെഡി കയ്യിലെ എണ്ണ വരും. ഇതുപോലെ നമുക്ക് എല്ലാ മാവും ബോളാക്കി എടുക്കാം. എല്ലാം ബോൾസ് ആക്കി എടുത്തു. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാട്ട. നല്ല ഫ്രൈ ചെയ്ത് കഴിക്കണവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തും കഴിക്കാം. നമ്മളിപ്പോൾ ഫ്രൈ ചെയ്യാനാണ് പോണത്. 1/2 കപ്പ് ഫൈൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട്, അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ഇതിന് പകരം മൈദ വേണമെങ്കിൽ യൂസ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു ഉപ്പ്, കുറേശ്ശെ വെള്ളം ചേർത്ത് ദോശമാവിൻ്റെ പാകത്തിന് കലക്കിയെടുക്കാം. ദോശമാവിൻ്റെ പാകത്തിന് കലക്കിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് നമ്മൾ കലക്കണ സ്പൂണ് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ബാക്കിൽ ഇങ്ങനെ ഒരു വര ഇടുമ്പോൾ കറക്റ്റ് ഒരു വര കാണണം. അതാണ് കേട്ടോ മാവിൻ്റെ പാകം. നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ ഓരോ ബോൾസും ഇതിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഓരോന്നായിട്ട്. ഫ്ലെയിം സിമ്മിൽ വെച്ചോളോട്ട. നമ്മൾ ഒരു ട്രിപ്പ് ഇട്ട് കൊടുത്തു. കുറേശ്ശെ ഓയിൽ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പതുക്കെ ഓരോന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ മാവ് ജസ്റ്റ് മാവ് ഉണ്ടെന്നേ അറിയാൻ പാടുള്ളൂ കേട്ടോ. അങ്ങനെ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ ഒരു ട്രിപ്പ് ഇട്ട് റെഡി ആയിട്ട് അത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എല്ലാം ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. ട്രഡീഷണൽ സ്നാക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.